ഉം, ശരി, നമുക്ക് തുടങ്ങാം. രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ കാണുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. അതെ, വളരെ മനോഹരമായ ഒരു കാഴ്ചയാണത്. അതെ, ഈ പ്രപഞ്ചം എത്ര വലുതാണെന്നപ്പോൾ ശരിക്കും നമുക്ക് തോന്നും, അല്ലേ? പക്ഷേ ഇപ്പൊ നോക്കൂ, തൊട്ടടുത്ത നിമിഷം നമ്മുടെ ഫോണിൽ ഒരു നെഗറ്റീവ് മെസ്സേജ് വരുമ്പോൾ അല്ലെങ്കിൽ ട്രാഫിക്കിൽ കുടുങ്ങുമ്പോൾ നമ്മുടെ ആ വലിയ ലോകം വീണ്ടും ചുരുങ്ങുകയാണ്. ശരിയാണ്, നമ്മുടെ സങ്കടങ്ങൾ ആകാശത്തെ നക്ഷത്രങ്ങളെക്കാൾ വലുതാകുന്ന നിമിഷങ്ങൾ. കൃത്യമായി പറഞ്ഞു. ഈ ഒരു വലിയ വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വിശകലനത്തിൽ നോക്കാൻ പോകുന്നത്. അതായത് പ്രപഞ്ചവും മനുഷ്യജീവിതവും ഒരു ദാർശനിക സന്ദേശം എന്ന ലേഖനത്തിലൂടെയുള്ള ഒരു യാത്ര. ഇതിലെ ആശയങ്ങൾ ശരിക്കും നമ്മുടെ ചിന്തകളെ ഒന്ന് അട്ടിമറിക്കുന്നതാണ് കേട്ടോ. തീർച്ചയായും, പ്രപഞ്ചത്തിന്റെ ആ ഒരു അതിവിശാലതയും പിന്നെ മനുഷ്യന്റെ നിസ്സാരതയും തമ്മിലുള്ള ഈ അന്തരം വളരെ വലുതാണ്. ഈ ലേഖനം പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് മാറ്റം എന്ന ശാശ്വത സത്യത്തിലാണ്. മാറ്റം. അതെ, മാറ്റം. പ്രപഞ്ചത്തിൽ മാറാത്തതായി ഒന്നുമില്ല, എല്ലാം ഒരുനാൾ ഇല്ലാതാകും എന്ന യാഥാർത്ഥ്യം. അതാണ് ലേഖകൻ ആദ്യം തന്നെ പറയുന്നത്. ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ എപ്പോഴും ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ ഒരു ചെറിയ ബിന്ദുവാണ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളാറുണ്ടോ? അതായത് പ്രപഞ്ചം വലിയൊരു സമുദ്രമാണെങ്കിൽ നാം അതിലെ കേവലം ഒരു ചെറിയ ജലഗണം മാത്രമാണ്. ആ ഉദാഹരണം വളരെ കൃത്യമാണ്. നമ്മൾ എത്രയും ചെറിയൊരു സമയം മാത്രമേ ഇവിടെ ഉള്ളൂവെങ്കിലും സ്വന്തം പ്രശ്നങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമെന്ന് നമ്മുടെ തലച്ചോറ് നമ്മളെ വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെ, അതൊരു മിഥ്യാബോധമാണ്, അല്ലേ? ശരിക്കും. ഈ ഒരു മിഥ്യാബോധത്തിൽ നിന്നാണ് മനുഷ്യന്റെ അഹങ്കാരവും ഈ പറയുന്ന മത്സരങ്ങളുമെല്ലാം ഉണ്ടാകുന്നത്. പ്രപഞ്ചത്തിന്റെ ഈ സ്വാഭാവിക പ്രക്രിയയിൽ സകലതും ഇല്ലാതാകുമെന്നും ആ മാറ്റം മാത്രമാണ് ഏക സത്യമെന്നും അംഗീകരിക്കുകയാണ് യാഥാർത്ഥ്യത്തിലേക്കുള്ള നമ്മുടെ ആദ്യ പടിയെന്ന് ലേഖനം വ്യക്തമാക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു വലിയ സംശയം തോന്നുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിന് മുന്നിൽ നമ്മൾ ഇത്ര നിസ്സാരരാണെന്ന് നമുക്കറിയാമെങ്കിൽ പിന്നെന്തിനാണ് മനുഷ്യർ എപ്പോഴും മറ്റുള്ളവരെ ഇങ്ങനെ നിയന്ത്രിക്കാനും ചൂഷണം ചെയ്യാനുമൊക്കെ ശ്രമിക്കുന്നത്? അവിടെയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഭയം ഒളിഞ്ഞിരിക്കുന്നത്. അതായത് അനിശ്ചിതത്വം. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. ശരിയാണ്, ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. അതെ, ഈ ഭയത്തെ നേരിടാൻ അല്ലെങ്കിൽ ജീവിതത്തിനു മേൽ തനിക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ടെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ മനുഷ്യൻ തന്നെ കണ്ടെത്തിയ വഴികളാണ് മതങ്ങളും മറ്റു വിശ്വാസ പ്രമാണങ്ങളും എന്നാണ് ലേഖകൻ വാദിക്കുന്നത് കേട്ടോ. മനുഷ്യനെ ഒരു ചട്ടക്കൂടിൽ നിർത്താൻ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ചതാണ് ഇവയെല്ലാം. അതൊരു വളരെ ശക്തമായ വാദമാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ ലേഖനത്തിലുള്ള പരാമർശങ്ങൾ മാത്രമാണ്. അല്ലാതെ നമ്മൾ ഇതിൽ യാതൊരു പക്ഷവും പിടിക്കുന്നില്ല. നമ്മൾ തികഞ്ഞ നിഷ്പക്ഷതയോടെ ആ ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. തീർച്ചയായും അത് വ്യക്തമാക്കേണ്ടത് തന്നെയാണ്. ലേഖകൻ പറയുന്നത് പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു ചെറിയ കോപത്തിനു മുന്നിൽ ഈ പറയുന്ന വിശ്വാസങ്ങളെല്ലാം വളരെ നിസ്സാരമായി തകർന്നടിയുമെന്നാണ്. അതെ, നമ്മൾ അത് കാണുന്നതുമാണ്. ഒരു ചെറിയ ഭൂകമ്പമോ പ്രളയമോ വരുമ്പോൾ ഇതെല്ലാം ഇല്ലാതാവുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് മനുഷ്യൻ ഈ വിശ്വാസങ്ങളെ ഇത്ര തീവ്രമായി മുറുകെ പിടിക്കുന്നത്? ഇതൊക്കെ കേവലമൊരു അതിജീവന തന്ത്രം മാത്രമാണോ? ലേഖനത്തിന്റെ കാഴ്ചപ്പാടിൽ അതെ, അതൊരു ഉപകരണം മാത്രമാണ്. മനുഷ്യനെ നിയന്ത്രിക്കാനും ചൂഷണം ചെയ്യാനുമുള്ള ഒരു ഉപകരണം. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഈ ഒരു ചെറിയ സമയത്ത് മനുഷ്യൻ എന്ത് സംഭവിക്കുമെന്നറിയാത്തത്ര ദുർബലമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്ത ശൂന്യത തോന്നുന്നുണ്ട്. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഈ ചെറിയ സമയം മാത്രമാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഭൂമിയിൽ ചെയ്യേണ്ടത്? വളരെ പ്രസക്തമായ ചോദ്യം. മരിക്കുമ്പോൾ ആരും എവിടുന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല, അല്ലേ? ലേഖനം പറയുന്നത് സർവ്വതും പ്രപഞ്ചത്തിന്റെയും മാറ്റത്തിൽ എപ്പോഴെങ്കിലും അലിഞ്ഞു ചേരുമെന്നാണ്. അപ്പോൾ നമ്മുടെ ഈ അഹങ്കാരത്തിനും സമ്പാദ്യങ്ങൾക്കും ഒന്നും യാതൊരു വിലയുമില്ല, അല്ലേ? ഒരു വിലയുമില്ല. അതുകൊണ്ട് തന്നെ അഹങ്കാരവും വിദ്വേഷവും ഒക്കെ ഉപേക്ഷിച്ച് ഈ ലഭിച്ചിരിക്കുന്ന ചെറിയ ജീവിതത്തിൽ പരസ്പരം സ്നേഹിച്ചും സമാധാനത്തോടെയും ജീവിക്കാൻ ശ്രമിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അതായത് അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും അർത്ഥവത്തായ കാര്യം സ്നേഹം പങ്കുവയ്ക്കുക എന്നത് മാത്രമാണ് എന്ന് പറയാം. അതെ, അതാണ് ഈ ലേഖനത്തിന്റെ ഏറ്റവും വലിയ സന്ദേശവും. മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം പരസ്പരം സ്നേഹിക്കുക എന്നത് തന്നെയാണ് എന്ന് ലേഖകൻ സമർത്ഥിക്കുന്നു. വളരെ മനോഹരമായൊരു ചിന്തയാണത്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ ആശയങ്ങൾ ശരിക്കും പ്രാവർത്തികമാക്കാവുന്നതേയുള്ളൂ.
നമ്മൾ നിസാരരാണെന്ന തിരിച്ചറിവ് നമ്മളെ കൂടുതൽ വിനയമുള്ളവരാക്കും. അതെ, ഈഗോ മാറ്റിവെച്ചു ചിന്തിക്കാൻ അത് നമ്മളെ സഹായിക്കും. തീർച്ചയായും. അപ്പോൾ ഇന്ന് ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ നൽകുകയാണ്. പ്രപഞ്ചത്തിന് മുന്നിൽ നാം ഇത്രമേൽ നിസ്സാരരാണെന്ന തിരിച്ചറിവ് വാസ്തവത്തിൽ നമ്മുടെ അനാവശ്യ ഭയങ്ങളെല്ലാം ഇല്ലാതാക്കി നമ്മെ കൂടുതൽ സ്വതന്ത്രരാക്കുകയല്ലേ ചെയ്യുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.